കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമായി നിൽക്കുന്നു. ഏത് നിമിഷവും ഇസ്രയേലിൽ ആക്രമണം നടത്താനുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. സർവശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇറാന്റെ പ്രതികരണം. മധു കൊട്ടാരക്കര അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ഇതിൽ ഇസ്രയേലിന്റെ നിലപാട് വ്യക്തമാണ്. അവർ ഇറാനിലെ ആണവ പരീക്ഷണങ്ങളെ ഇല്ലാതാക്കുക, അതുപോലെ അവിടെ ഒരു ഭരണമാറ്റം സാധ്യമാക്കുക, അതിനുവേണ്ടിയുള്ള ഏത് അറ്റം വരെയും പോകും എന്നുള്ള സമീപനം ഇസ്രയേൽ വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കേണ്ടി വന്നാൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇസ്രയേൽ പോകുമോ എന്നുള്ള ചോദ്യത്തിന് ബെഞ്ചമിൻ നെതന്യാഹു ഇത് നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, ആ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള സമീപനവും സ്വീകരിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്പൂർണ്ണമായൊരു യുദ്ധത്തിൻ്റെ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അതൊന്നും ഫലം കാണുന്ന രീതിയിലല്ല ഇപ്പോഴുള്ള കാര്യങ്ങൾ. മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, ഇതിൽ ട്രംപിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം, അദ്ദേഹം എന്ത് ചെയ്യും എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ അമേരിക്കയുടെ ഒരു ഡയറക്റ്റ് എൻട്രി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ടി കെ റീജിത്ത്, അമേരിക്ക കഴിയുന്നത്ര ഇതിൽ നേരിട്ട് ഇടപെടാതിരിക്കാനായിരിക്കും നോക്കുന്നത്. പക്ഷേ ഒരു ആണവ ഈ കരാറിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാകും. തന്നെയുമല്ല, ഇറാൻ തന്നെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക്, അവർക്ക് സൗഹൃദമുള്ള രാജ്യങ്ങളോട് ഈ ആണവ ചർച്ചകൾക്ക് വരാൻ തയ്യാറാണ്. പകരം ഇറാനുമായിട്ടുള്ള ഇസ്രായേലുമായിട്ടുള്ള ഒരു അടിയന്തര വെടിനിർത്തലിന് ഇസ്രായേലിനെ സ്വാധീനം ചെലുത്തുവാനായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അവർ ആവശ്യപ്പെടണമെന്ന് ഇറാൻ തന്നെ ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഏറ്റുമുട്ടൽ വ്യാപിക്കുന്നത് തടയുന്നതിനായിട്ട് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ തന്നെ ഗൾഫ് നേതാക്കളും അവരുടെ നയതന്ത്രജ്ഞരും ഒക്കെ തുടർച്ചയായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറാൻ ആണവ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സംഘർഷം ഇങ്ങനെ നിയന്ത്രണാതീതമാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. ഇസ്രായേലിനെ ഈ വെടിനിർത്തലിനായിട്ട് സമ്മർദ്ദം ചെലുത്തണമെന്നും അതുപോലെ ആണവ കരാറിനായി ഇറാനുമായിട്ടുള്ള ചർച്ചകളൊക്കെ പുനരാരംഭിക്കാനും ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് ഇരയാവുമ്പോൾ ചർച്ചയ്ക്കില്ല, എന്നാൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി നൽകിയതിനു ശേഷം മാത്രമേ ചർച്ചകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ഇറാൻ അതേസമയം ഒമാനോടും ഖത്തറിനോടും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് US-ഉം അതുപോലെ ഇറാനും തമ്മിലുള്ള ഈ ചർച്ചകളൊക്കെ പുനരാരംഭിക്കുന്നതിനായിട്ട് ഒരു ഡ്രാഫ്റ്റ് ഇതിന്റെ മധ്യസ്ഥ വഹിക്കുന്ന ഒമാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമുക്കറിയാം മസ്കറ്റിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന 6ാമത്തെ തവണയായിരുന്നു അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടത്താനിരുന്നത്. പെട്ടെന്നുള്ള ഈ ആക്രമണം കാരണം അത് റദ്ദാക്കുകയായിരുന്നു. ഇപ്പോഴേ ഈ കരട് രൂപരേഖയിൽ പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കർശനമായ പരിശോധനകൾക്ക് അനുമതി നൽകണം. കുറഞ്ഞത് 1 മുതൽ ഒരു 3 വർഷത്തേക്ക് എല്ലാ ആണവ സമ്പുഷ്ടീകരണവും നിർത്തിവെച്ച് ഇറാൻ ഈ നടപടി അംഗീകരിക്കണമെന്നുള്ള ഒരു ഡ്രാഫ്റ്റാണ് ഇപ്പോൾ ഒമാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന് സർവ്വ പിന്തുണയും അമേരിക്ക നൽകുന്നുണ്ട് എന്ന വിമർശനം ഇറാൻ അതിശക്തമായി ഉയർത്തുന്നതിനിടെ അങ്ങനെ ഒരു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ആണവ ചർച്ചയ്ക്ക് അർത്ഥശൂന്യമായ ചർച്ചയാണത് എന്ന് പ്രതികരിച്ചുകൊണ്ട് ഇറാൻ ആ ചർച്ചയിൽ നിന്ന് മുമ്പ് പിന്മാറുന്നത് നമ്മൾ കണ്ടു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇനി ഇതിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശമുണ്ട്, ഒരു സമാധാന ശ്രമത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമുണ്ട്. അതിൽ അമേരിക്ക ഇടപെടുമോ, അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അതിൽ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഘട്ടമാണ്, അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ഘട്ടമാണ്. അതിലൊരു ഡയറക്റ്റായിട്ടൊരു എൻട്രി ഈ സാഹചര്യത്തിലേക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. മധു കൊട്ടാരക്കര തുടരുന്നുണ്ട്. മധു, ഈ അവിടെയുള്ള ഈ സംഘർഷ മേഖലകളിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് ഭരണകൂടം നൽകുന്ന നിർദ്ദേശം എന്താണ്? വളരെ നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച തന്നെ അമേരിക്കയ്ക്ക് ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതായത് തിങ്കളാഴ്ചയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും അവരുടെ പ്രതിരോധ മന്ത്രിയുമായിട്ട് വെള്ളിയാഴ്ച യുദ്ധം തുടങ്ങണം, അല്ലെങ്കിൽ ഈ ആക്രമണത്തിനായിട്ട് തയ്യാറാകണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ ഇന്റലിജൻസ് വഴിയോ അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ ഈ ഒരു വിവരം അമേരിക്കയെ അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ കർശനമായ നിർദ്ദേശം US എംബസികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പൗരന്മാർ ഈ സംഘർഷ മേഖലയിലേക്ക് പോകരുതെന്നും അതുപോലെ തന്നെ അവിടെ
അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടിയവരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക അന്ന് എടുത്തിരുന്ന, അതല്ലേ കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്ന നിലപാട് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കൻ പൗരന്മാരെയും സംരക്ഷിക്കുമെന്നാണ്. പക്ഷേ ഇസ്രായേൽ അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയാണ്. ഇസ്രായേലിന്റെ സ്വാധീനം അമേരിക്കയിൽ വളരെ വലുതാണ്. അമേരിക്കയുടെ രാഷ്ട്രീയ രംഗത്തും ഇസ്രായേലിന്റെ സ്വാധീനം വലിയ തോതിൽ അംഗീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഡൊണാൾഡ് ട്രംപിന് ഒരു US പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇസ്രായേലിന് ഒരു ആവശ്യം വന്നാൽ, ഒരു സഹായം ആവശ്യം വന്നാൽ മാറി നിൽക്കാൻ പറ്റുമെന്ന് അതൊരു ചോദ്യചിഹ്നമായിട്ട് തുടരുക തന്നെ ചെയ്യും. തന്നെയുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കയുടെ സഹായമില്ലാതെ ആണവ കേന്ദ്രങ്ങൾ എങ്ങനെ ആക്രമിക്കണമെന്നുള്ള ഒരു ട്രയൽ റൺ വരെ ഇസ്രായേൽ നടത്തിയിട്ട് ഒരു കൃത്യമായ ഒരു പ്ലാനോട് കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിന് തുനിഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, ഒരു സൈഡിൽ ഇറാനെ ആശ്രയിക്കാവുന്ന റഷ്യ അല്ലെങ്കിൽ വ്ളാദിമിർ പുടിനെ ഒരു ന്യൂട്രൽ ആക്കി കൊണ്ടുവരാനും ഡൊണാൾഡ് ട്രംപിന് സാധിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് വരികൾക്കിടയിൽ കൂടെ വായിക്കേണ്ട കാര്യമാണ് റിജിത്ത്. മധുകൊട്ടാരക്കര, ഇത് പുട്ടിൻ്റെതായി മുമ്പ് പുറത്തു വന്നിരുന്ന പ്രതികരണം അത് ഒരു സമാധാനത്തിന് വേണ്ടി അമേരിക്ക ഇടപെടണം എന്നുള്ളതായിരുന്നു. അതിൽ സമാധാനത്തിന് വേണ്ടി എന്നുള്ളത് പ്രത്യേകമായി അദ്ദേഹം ഊന്നി പറയുന്നതാണ്. ഇനി അതല്ല, മറിച്ച് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രകോപനപരമായ നിലപാടാണ് അമേരിക്ക സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ മറിച്ചൊരു നിലപാടായിരിക്കും റഷ്യക്ക് ഉണ്ടാവുക എന്നുള്ള സൂചന പ്രതികരണത്തിലുണ്ടല്ലോ മധു. ഡൊണാൾഡ് ട്രംപുമായിട്ട് വ്ളാദിമിർ പുടിന് വളരെ നല്ല ഒരു ബന്ധവും അല്ലെങ്കിൽ ഒരു സൗഹൃദവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ 79ാമത് പിറന്നാളിന് വേണ്ടി കഴിഞ്ഞ ദിവസം പുടിൻ ജന്മദിനാശംസകൾ നേരാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഇത്തരമൊരു ആവശ്യം വന്നത്. ഈ ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെടണമെന്നാണ് പുടിൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ട്രംപ് ചോദിച്ചത് താങ്കൾ നടത്തുന്ന യുദ്ധം എന്തുകൊണ്ട് ആദ്യം അവസാനിപ്പിച്ചുകൂടാന്നായിരുന്നു. അതുകൊണ്ട് പുടിൻ തന്നെ പെട്ടുപോയായിരുന്നു ആ ഒരു ഫോൺ കോളിൽ. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെയോ അമേരിക്കയോ പിണക്കാതിരിക്കാനായിരിക്കും വ്ളാദിമിർ പുടിൻ ശ്രമിക്കുന്നത്. കാര്യം, വ്ളാദിമിർ പുടിന് റഷ്യയ്ക്കും അദ്ദേഹത്തിനും ആവശ്യമുള്ള പല കാര്യങ്ങളും യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് നേടിയെടുക്കാനുണ്ട്. അതുകൊണ്ട് ആ യുദ്ധം ഒരു വശത്ത് നടക്കുന്നത് കൊണ്ട് റഷ്യയ്ക്ക് എന്തുമാത്രം ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ മറുവശത്ത് ചേരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു റിജിത്ത്. ഇന്ന് ടെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നതെങ്കിൽ നാളെ അത് ന്യൂയോർക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അമേരിക്കയുടെ പിന്തുണയടക്കം ലോകരാജ്യങ്ങളുടെ ഒന്നാകെ പിന്തുണയടക്കം ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തിൽ വേണം എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടി ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ട തരത്തിലുള്ള അവകാശവാദങ്ങൾ, ചില പ്രതികരണങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്.